ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കൂന്തൽ തല ഫ്രൈ ആണ് കേട്ടോ ഗായ്സ്. ഏകദേശം 1.5 കിലോത്തോളം കൂന്തൽ തല കിട്ടി. അപ്പോൾ ഞാൻ ഓർത്തു അത് നല്ല രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എൻ്റെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഏതായാലും അങ്ങനെ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ആ ഒരു പാത്രത്തിലിട്ട് ആദ്യമേ തന്നെ നമ്മൾ തലയൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഗായ്സ്. ഓക്കെ, ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം ഞാൻ എന്താ നന്നായിട്ട് കൂന്തൽ തല കഴുകിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി ഇത് നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് വേവിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം വീഡിയോ ഞാൻ കുറച്ച് സ്പീഡിന് ഇടുന്നുണ്ട്, കാരണം വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെല്ലാ തലയും നമ്മുടെ കുക്കറിലേക്ക് വാരി വാരി ഇടുന്ന സീനാണ് ഈ കാണുന്നത്. വേവിക്കാൻ വെക്കുമ്പോൾ നമ്മൾ 2 കൊടംപുളി ഇടണം. അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് കുഴയ്ക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം അതിലേക്ക് ഒഴിക്കുക. അത് മാത്രമല്ല, ഞാൻ 1 തണ്ട് വേപ്പിലയും കൂടി അതിൽ ചേർത്തിട്ടുണ്ട്. കൂടാതെ 2 പച്ചമുളകും കൂടി കൊണ്ടിടുന്നു. എന്നിട്ട് നമ്മളത് അടച്ച് വെച്ചിട്ട് അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. കുറച്ച് ചെറുള്ളി, അതുപോലെ പച്ചമുളക്, 1 തണ്ട് വേപ്പില, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അത് ചതച്ചെടുത്തതാണ് കേട്ടോ. ഇത് ചെറുള്ളി ഇതുപോലെ വട്ടം അരിഞ്ഞെടുക്കുക. പിന്നെ പച്ചമുളക് ഇതുപോലെ കോന്തിയെടുക്കുക. ഇതിന് വേണ്ട പൊടി ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ കുക്കർ ചേട്ടൻ അവിടെ ഇരുന്നത് ഫസ്റ്റത്തെ വിസിൽ അടിക്കുന്നുണ്ട്. ഒരേ ഒരു വിസിൽ അടിച്ചാൽ മതി, കാരണം കൂന്തലിന് അത്ര വേവ് കുറവാണ്. സോ ഒറ്റ വിസിൽ മാത്രം അടിച്ചാൽ മതി. ഓക്കെ, അപ്പം നമ്മുടെ തല ഇതാ വെന്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ വെള്ളമെല്ലാം ഊറ്റി കളയണം കേട്ടോ. അപ്പം ഞാൻ എന്താ ഇങ്ങനെ വെള്ളമൊക്കെ ഊറ്റി വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഒരു അല്പം പോലും വെള്ളം പാടില്ല കേട്ടോ ഗൈസ്. ഇത് നമ്മളൊഴിച്ച വെള്ളമല്ല, ഇത് കൂന്തലിൻ്റെ ഉള്ളിൽ ഓൾറെഡി വെള്ളം ഉള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കൂന്തൽ അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പം അരിഞ്ഞെടുക്കുന്ന പ്രോസസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ നിരത്തി വെച്ചിട്ട് കത്തി കൊണ്ട് ചക അരിയുക. ഓക്കെ ഗായ്സ്, ഇപ്പം ഇതുപോലെ കുഞ്ഞു അരിഞ്ഞു കഴിഞ്ഞിട്ടോ. അപ്പോൾ നമ്മളിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതുപോലത്തെ ഒരു പാൻ എടുക്കുക. എന്നിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് കടുമുട പൊട്ടുന്ന കടുക് പൊട്ടിച്ച് കടുവറ പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം നമ്മളുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ദെൻ അതിലേക്ക് ഇനി ആഡ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് പച്ചമുളക് പതുക്കെ എല്ലാം ആഡ് ചെയ്ത് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മുടെ ചെറുള്ളി അരിഞ്ഞു വെച്ച ചെറുള്ളി ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴുവഴാ വഴറ്റിയെടുക്കുക. ഓക്കെ, നമ്മുടെ എണ്ണയിൽ കിടന്ന് അങ്ങനെ ചെറുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അങ്ങനെ മൂത്ത് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. നല്ലതായിട്ട് മൂത്തൊരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമ്മുടെ പൊടികളൊക്കെ ആഡ് ചെയ്യുക. ആദ്യം മഞ്ഞൾപ്പൊടി ഇടുക, അതിനുശേഷം ഗരം മസാല, പിന്നെ കാശ്മീരി മുളക് പൊടി, പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള നമ്മുടെ കൂന്തൽ തല അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നന്നായിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. എണ്ണ പോരെങ്കിൽ ആവശ്യത്തിന് എണ്ണയും ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഗൈസ്. ഈ ഒരു പരുവത്തിലാകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കണ്ടോ, ഇപ്പം തന്നെ നല്ല സ്മെല്ലൊക്കെ മൂക്കിലടിക്കാൻ തുടങ്ങി ഗൈസ്. എൻ്റെ കൂടെ 2 കുരുത്തുകളും വന്ന് നോക്കിയിപ്പോണ്ട് അമ്മയുടെ ഫ്രൈ ആയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ഇപ്പം തന്നെ ആകും മക്കളെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് പ്രോസസ്സിലേക്ക് കിടക്കേണ്ട ഗൈസ്. ഈ ഹോട്ടലിലെ ഷെഫുമാരൊക്കെ ചെയ്യുന്ന ഓരോരോ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഓരോരോ പരിപാടികളൊക്കെ ഞാനും ചെയ്യാൻ ശ്രമിച്ചു ഗൈസ്. കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റിയെന്നുള്ളതാണ് എന്ന് തോന്നുന്നു. ഓക്കെ,
അപ്പോൾ നമ്മുടെ കൂന്തൽ ഫ്രൈ ഇവിടെ റെഡിയായി ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റി ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. സവാളയൊക്കെ ഇങ്ങനെ റൗണ്ട് അരിഞ്ഞ് വെച്ചു. അതുപോലെ തന്നെ വേപ്പിലയുടെ ഒരു തണ്ടൊക്കെ വെച്ച് പറ്റുന്ന രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാം. ആദ്യം തന്നെ നമ്മുടെ മൊത്തം ആൾക്ക് കൊടുക്കാം. ടെസ്റ്റ് ചെയ്തോളൂ. ഇത്തിരി എടുക്കടി കഴിച്ചേ അതിലോട്ട് വെച്ചിട്ട് എക്സ്പ്രഷൻ അടിപൊളി. ഓക്കെ, ഇനി ആത്മീയ കുട്ടി ഭയങ്കര പഠിത്തത്തിലാണ് കേട്ടോ ആള്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഞാനിത് ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നത്. അപ്പോൾ അവളത് കഴിച്ചു. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മമ്മിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം കേട്ടോ. മമ്മി അത് കഴിച്ചു നോക്കി. അമ്മമാർ പറഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പീലില്ലല്ലോ. അപ്പോൾ മമ്മി അത് കഴിച്ചു നോക്കി. അപ്പോൾ മമ്മിക്ക് ഇഷ്ടപ്പെട്ടു, സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ മമ്മി കഴിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഇതാ ഒരു കൈ വരുന്നുണ്ട്. അവൾക്കിത് ഭയങ്കര ഇഷ്ടമായെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ കുക്കിംഗ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂന്തൽ തല ഫ്രൈ ആണ് കേട്ടോ ഇന്നപ്പോൾ നമ്മുടെ ആദ്യത്തെ കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ റെസിപ്പികളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരികയാണ്. അപ്പോൾ അടുത്ത കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടാറ്റാ.